അഭിലാഷേ, ഇവിടെ ഞാൻ വിളഞ്ഞു പഴുക്കണം എന്ന് പറഞ്ഞത് അൺപാർലമെൻ്ററിയാണ്, ഞാൻ പിൻവലിക്കണം എന്നാണ് ഷിജു ഖാൻ്റെ ഒരാവശ്യം. രണ്ടാമത്തേത് ഞാൻ പച്ചക്കള്ളി എന്ന് പറഞ്ഞത്, പെരുങ്കള്ളി എന്ന് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം. അസാധ്യമാണ്, ഒരിക്കലും നടക്കില്ല, ജീവനുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ AKG സെൻട്രലിൽ നിന്ന് നിർദ്ദേശിച്ചനുസരിച്ചല്ല ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുങ്കള്ളി എന്ന് നിങ്ങൾ മുദ്ര കുത്തുന്നു എന്ന് ഷിജു ഖാൻ തന്നെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുദ്ര കുത്തുന്നു എന്ന് ഞാൻ തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവിടെ നിലനിൽക്കും, അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഇനി താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട്. ഷിജു ഖാൻ 100% ശരിയാണ്, മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട്. കോഴിക്കോട് ICUവിൽ പീഡിപ്പിക്കപ്പെട്ട ആ രോഗിയുണ്ടല്ലോ, ആ രോഗിക്കും ആത്മാഭിമാനമുണ്ട്. ആ രോഗിക്ക് വേണ്ടി മൊഴി പറഞ്ഞ സ്ത്രീക്കും ആത്മാഭിമാനമുണ്ട്. അനുപമ എന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു അമ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു. എന്തിനാണെന്ന് താങ്കൾക്ക് അറിയാമോ? തൻ്റെ സ്വന്തം കുഞ്ഞിനെ തൻ്റെ അനുവാദമില്ലാതെ അന്യസംസ്ഥാനത്തുള്ള ദമ്പതികൾക്ക് മറിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ശിക്ഷണം സമിതിക്കെതിരായി ഒരു സമരം നടത്തിയിരുന്നു. അതിനകത്ത് ഷിജു ഖാൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? ആ മാതാവിനും ആത്മാഭിമാനമുണ്ട് ഷിജു ഖാൻ, അത് താങ്കൾ മറക്കരുത്. ആ മാതാവിനും ആത്മാഭിമാനമുണ്ട്. അവിടെ എന്തായിരുന്നു താങ്കളുടെ നിലപാട്? അവിടെ ഈ മേയർ കൊടുത്ത ഒരു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേയർക്ക് കൊടുത്തിരുന്ന ഒരു എന്താ പറയുന്നത് ആനുകൂല്യം താങ്കൾ അവിടെ നൽകിയിരുന്നോ? സോറി, താങ്കളെ വ്യക്തിപരമായി ഇത്തരത്തിൽ പറയേണ്ടി വന്നത്, താങ്കൾ ആത്മാഭിമാനത്തെക്കുറിച്ച് ഘോര സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു, എന്താ പറയുന്നത്, ടെലിവിഷൻ ചർച്ചയിൽ അവസരം നൽകുന്നു, ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയാണ്. ഞാൻ സിമ്പിളായി ചോദിക്കുന്നു, ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടല്ലേ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലൊരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, താങ്കളുടെ സർക്കാരിന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിടണമെന്നേ. ഒരു നിമിഷം അദ്ദേഹത്തെ പുറത്തു വെച്ചേക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് പിടിച്ച് ജയിലിലിടാത്തത്? എന്താ പ്രശ്നം? അങ്ങനെയാണല്ലോ നിയമം അനുശാസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും തെറ്റിയിരിക്കുന്നു. ഇനി താങ്കൾ പറയുന്നത് എന്താണ്? അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിലെ ഡ്രൈവറുടെ ഡോറും തുറന്ന് ഡ്രൈവറെ ആക്ഷേപിക്കുകയാണോ ശരി? അങ്ങോട്ട് ചെന്ന് കയറിയല്ലേ? മാത്രമല്ല ആ സീബ്ര ക്രോസിംഗ് ഉൾപ്പെടെ മിസ്യൂസ് ചെയ്തുകൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ അഭിലാഷ്, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ പട്ടത്തു നിന്നാണ് ഈ വിഷയം ആരംഭിക്കുന്നത്. പട്ടത്തു നിന്ന് PMG കഴിഞ്ഞ് പാളയം വരെ എത്തി. ഇനി പാളയത്തു നിന്ന് തമ്പാനൂരിലേക്ക് എത്ര ദൂരമുള്ളത്? സ്റ്റാച്യൂവും ആയുർവേദ കോളേജും ഓവർ ബ്രിഡ്ജും കഴിഞ്ഞാൽ എന്തായി? തമ്പാനൂരായി. എത്ര കിലോമീറ്റർ ഉണ്ട്? കൂടിപ്പോയാൽ 2-2.5 കിലോമീറ്റർ. ഈ മേയറുടെ കസ്റ്റഡിയിലുള്ള മേയറായിരിക്കുന്ന സ്ഥലത്തല്ലേ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? മേയർക്ക് നേരെ പോകാമായിരുന്നല്ലോ, അവിടെ സംസാരിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാമായിരുന്നല്ലോ, ഫോണെടുത്ത് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ. അതിനപ്പുറത്തേക്ക് തടഞ്ഞിട്ട് ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ, ഞാൻ ചോദിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ദയവേത് താങ്കൾ എന്താ പറയുക, ഇൻ്റർവ്യൂവിലേക്ക് പോരുത്, ഇടവേളയിലേക്ക് പോരുത്. നിയമം കയ്യിലെടുക്കാൻ ആരാണ് അനുമതി നൽകിയിട്ടുള്ളത്? അങ്ങനെ അവർക്കെതിരായി ഒരു പരാതി ഈ പറയുന്ന യദുവും കൊടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടൊരു FIR ഇടാൻ തയ്യാറാകുന്നില്ല? അവർ കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയല്ലേ? ഒരു FIR ഇടാൻ സംസ്ഥാന പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഇനി താങ്കൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രശ്നം എന്താണ്? മെമ്മറി കാർഡ് കാണാനില്ല. ഒരു വാഹനത്തെ സംബന്ധിച്ച് ആ വാഹനത്തിൽ നിന്ന് ഈ ഡ്രൈവറെ പിടിച്ചിറക്കി കൊണ്ടുപോയതിനു ശേഷം ആ വാഹനത്തിൽ ഒരു കസ്റ്റോഡിയൻ ഉണ്ടായേ മതിയാകൂ. അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റോഡിയനെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം കള്ളൻ കപ്പൽ തന്നെയാണ്. ഇനി ഇപ്പം ഏത് പറഞ്ഞാലും നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആര്യ എന്ന് പറഞ്ഞാൽ മേയർ എന്ന് ഓർമ്മ വേണം. ആര്യ രാജൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പ് വരണം. ഞാൻ മേയറാണെന്ന് പറഞ്ഞാൽ തല കുമ്പിട്ട് നിൽക്കണം, ഇറങ്ങി സല്യൂട്ട് അടിക്കണം. അവിടെയാണ് ഞാൻ പറഞ്ഞത് വിളയാതെ പഴുത്തത്. നമുക്ക് നേരത്തെ ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എനിക്ക് മുന്നേ പോകണം എന്ന് ദുർവാശി കാണിച്ചുകൊണ്ട് ആ ഡ്രൈവറെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. ഡ്രൈവർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളാരും പറഞ്ഞല്ല. അത്തരത്തിൽ വിളയാതെ പഴുത്തതാണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മറ്റൊന്ന്, ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേയറാണ്. മേയർക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുന്നത് പാർട്ടിയും സർക്കാരുമാണ് എന്ന കാര്യത്തിൽ തർക്കവും.